ഹലോ. അപ്പം അതാണ്ട് രാവിലെ എണീറ്റിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ 6 മണിക്കോ 5:30ക്കോ ഒന്നുമല്ല, 7, 7:30 ആയപ്പോഴാണ് എണീറ്റത്. സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു ടൈമിലൊക്കെ തന്നെയാണ് എണീക്കുന്നത്. അപ്പോൾ അതാണ്ട് നമ്മളെ ചീര നട്ടെടുത്ത് അത്യാവശ്യം നല്ല പോച്ചയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ നേരെ എപ്പോഴും സ്കൂളുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാവിലെ അടുക്കളയിൽ കൂടെ തന്നെ മുറ്റത്തോട്ട് ഇറങ്ങത്തുള്ളൂ, അത് നിർബന്ധമാണ്. അപ്പോൾ അതാണ്ട് അടുക്കളയിൽ കൂടെ മുറ്റത്തോട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ രാവിലെ അല്ല, ഒരു ദിവസം തുടങ്ങുന്നതും ചെടിക്കകത്താണ്, ഒരു ദിവസം അവസാനിക്കുന്നതും ചെടിയുടെ കൂടെ തന്നെ ആയിരിക്കും. കാരണം ഒന്ന് മുറ്റത്തിറങ്ങി അവരുടെ വളർച്ചയും അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കി ഒന്നും നടന്നില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി അവരെല്ലാവരും ഒന്ന് നോക്കിയിട്ട് പിന്നെ പെട്ടെന്ന് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ താമസിച്ച് എണീക്കുന്നതുകൊണ്ട് കാപ്പിയുടെയും കാര്യങ്ങളും എല്ലാം താമസിച്ചായിരിക്കും. അപ്പം ആദ്യമേ കാപ്പി അങ്ങ് ആക്കി വെക്കാമെന്ന് കരുതി. അപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പത്തിന് മാവ് അരച്ച് വെച്ച്. പിന്നെ ഇവിടെ ഇങ്ങനെ പണിയൊന്നും മൊത്തത്തിൽ തീർന്നിട്ടില്ല. അപ്പം നമ്മൾ അകത്ത് ഇങ്ങനെ അടുക്കളയിൽ ടൈലോ കാര്യങ്ങളോ തറയിൽ മേളിലോ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ മാവൊക്കെ ആട്ടിയത് രാത്രി ആകുമ്പോഴത്തേക്ക് ഡൈനിങ് ടേബിളിൽ എടുത്തുകൊണ്ട് വെക്കും. കാരണം പൂച്ചയുടെ ശല്യമുണ്ട്. അവർ ഇതുവരെ ഒന്നും കട്ടൊന്നും തിന്നിട്ടില്ല, എങ്കിലും അവർ കട്ട് തിന്നുന്നതല്ല പ്രശ്നം. ഇത് തറയിലെങ്ങനെ തട്ടി വീണാൽ തുടച്ചെടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ടൈലൊക്കെ ഇടണം എന്നുള്ളൊരു ഇത് കൊണ്ടിട്ട് ഇങ്ങനെ പരുക്കനെ ഇട്ടേക്കും, പൂശി ഇട്ടിട്ടില്ല. സിമെൻറ്റും ഇതൊക്കെ ഇങ്ങനെ പരുക്കനെ ഇട്ട് വെച്ചേക്കും. അപ്പോൾ എന്തെങ്കിലും വീണാൽ തന്നെ തുടയ്ക്കാനും എടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചേക്കും. പിന്നെ രാവിലെ ആകുമ്പോൾ എടുക്കും. പിന്നെ ഇവിടെ ഒരു കട്ടിലൊക്കെ ഇട്ടാണ് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെയുള്ള സാധനങ്ങൾ, അരിയൊക്കെ കൊണ്ടുവച്ചേക്കുന്നത്. സവാള, കിഴങ്ങൊക്കെ അടുക്കി പറക്കി വെച്ചേക്കുന്നത് അവിടെയാണ്. പിന്നെ അതിനടുത്ത് തന്നെ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്. അപ്പം വലിയ വലിയ പാത്രങ്ങളും എല്ലാം ഈ മുറിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു കൊച്ചു മുറി പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതാണ്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ രാവിലെയും വൈകിട്ടും ഇവിടെ ഇങ്ങനെ അടുക്കളയിൽ ഒരു തിരി കത്തിച്ച് വെക്കും. അപ്പം ഇവിടെ ഇങ്ങനെ ഈച്ചയുടെയും കൊതുകല്ല, ഈച്ചയും പൊടി ഈ പ്രാണിയുടെയും ശല്യമുണ്ട്. കൊതുകിൻ്റെ ശല്യമില്ല, രാത്രിയിൽ കൊതുക് വരും. അപ്പോഴത്തേക്ക് നമ്മൾ ജനലൊക്കെ അടയ്ക്കും. അപ്പോൾ രാവിലെ എണീക്കുന്ന ഉടനെ അവിടെ ഒരു തിരി ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ ഈച്ചയും കാര്യങ്ങളൊക്കെ അങ്ങ് മാറി. പിന്നെ ഒരു മണവും ഒരു പോസിറ്റീവ് ഇതാണ്. ആ മണം കിട്ടുമ്പോൾ തന്നെ പിന്നെ ജോലി ചെയ്യാനുള്ള ഉത്സാഹം വരും. അപ്പോൾ രാവിലെയും വൈകിട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം ഇതുപോലൊരു തിരി ഇങ്ങനെ അടുക്കളയിൽ കത്തിച്ച് വെക്കാറുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഈ ഉള്ളിക്കൂടയുടെ അവിടെ ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. കാരണം വൈകുന്നേരത്ത് നമ്മൾ കുത്തിയൊക്കെ നമ്മളെ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഗ്യാസിൻ്റെ മേളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ അവിടെ വെക്കുന്നത്. പക്ഷേ രാവിലെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം വൈകിട്ട് നമ്മളങ്ങനെ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ രാത്രിയിൽ. അപ്പോൾ അത് ആ മണം ഫുഡിലൊന്നും പിടിക്കത്തില്ല. ഇതിപ്പോൾ നമ്മളെന്തെങ്കിലും ആഹാരം വെക്കുമ്പം ആ ചോട്ടിൽ തന്നെ വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ മണമൊക്കെ ചായയിലും കാര്യങ്ങളിലൊക്കെ ആവും. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിവിടെ അരിയൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അരി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് ചായയും കാപ്പിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അരി കഴുകി നമുക്ക് അടുപ്പിലോട്ട് വെക്കാൻ പറ്റും. ചുമന്നരിയാണ്ട് ഇതിൻ്റെ ഈ നിറം ഒന്ന് മാറണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കഴുകി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചായയൊക്കെ ഇടുന്നതിന് മുമ്പേ ഓർക്കുകയാണെങ്കിൽ അപ്പോഴേ ഞാൻ അരി എടുത്തങ്ങ് വെള്ളത്തിലിട്ട് സെറ്റാക്കി വെക്കും. അതാകുമ്പം പെട്ടെന്ന് കഴുകി ഇതിൻ്റെ ആ കളറ് പോവുകയും ചെയ്യും. ഒരു കഴുകി ഇടുമ്പോൾ ഒരു മനസ്സമാധാനമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചുമന്നിരിക്കും, കഞ്ഞിവെള്ളമൊക്കെ നല്ല ചുമന്നിരിക്കും. പെട്ടെന്ന് നമ്മൾ കഴുകി അടുപ്പിലോട്ട് കയറ്റുകയാണ്. ഇതാകുമ്പോൾ അഴുക്ക് ആ കളറൊക്കെ ഒന്ന് ഇളകി കിട്ടും. അങ്ങനെ വെള്ളം ഒഴിച്ച് അരി അങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് അപ്പത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പത്തിൻ്റെ മാവൊന്ന് കലക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ചുടുമ്പോഴത്തേക്ക് അത് നല്ല സെറ്റായിട്ട് ഓക്കെ ആയിട്ടിരിക്കും. പിന്നെ അപ്പം കുറച്ച് സോഫ്റ്റായിരുന്നു എനിക്ക് തോന്നുന്നു. അരിയല്ല, ചോറ് കൂടിപ്പോയെന്ന് തോന്നുന്നു, അതായിരിക്കും. വേറെ കഴിക്കുന്നതിന് കുഴപ്പമോ അങ്ങനെ ഒട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ അതിങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു. അത് തൊടുന്ന പറഞ്ഞാൽ ഇങ്ങനെ കീറിപ്പോകുന്നുണ്ടായിരുന്നു, അത്രയ്ക്കും സോഫ്റ്റായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ അടുക്കളയിൽ വന്ന് തലേന്ന് കഴുകി വെച്ച പാത്രമെല്ലാം അടുക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പെരിഞ്ചരുവം കൊണ്ടുവന്ന് ഇങ്ങനെ വെളിയിൽ വെക്കും. കാരണം ഇവിടെ നല്ല വെയിൽ, ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിൽ വരും. അടുക്കള വശത്തോട്ട് നല്ല വെയിൽ വരും. അപ്പം 10, 10:30, 11 മണി ആകുമ്പോഴത്തേക്ക് നല്ല, ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും, ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് പാത്രങ്ങൾ കഴുകി വെച്ചാൽ അതെല്ലാം അവിടെ നിന്ന് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. നമ്മളെ ചീര തല പൊക്കി നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച ചിലപ്പം അണ്ട് പോകുമെന്ന് വിചാരിച്ചു. ഇത് നട്ട സമയത്ത് മഴയായിരുന്നു. അപ്പോൾ അണ്ടൊന്നും പോയിട്ടില്ല. ഇനി പോച്ചയും കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ഒന്ന് പിച്ചി വൃത്തിയാക്കണം. പിന്നെ ഇത് നമ്മളെ ശിവൻ്റെ
മാല ഉണ്ടാക്കുന്ന പൂവുണ്ടല്ലോ, ആ സംഭവം നല്ല രീതിയിൽ കിളിച്ച്, ഇത് തനിയെ വീണ് കിളിച്ച കേട്ടോ. പിന്നെ ദാ ഇവിടെ അത്യാവശ്യം പോച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മാവിൻ്റെ അടുത്തൊക്കെ നിറച്ച് എവിടെ നോക്കിയാലും ചീര ഇല്ലാത്ത സ്ഥലമില്ല. അപ്പോൾ ഇവർക്ക് കുറച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ട് കൊടുക്കണം. ഒരു ചീര വെച്ച് അത്യാവശ്യം വലുതായിട്ടുണ്ട്. അത് ഒരെണ്ണോട്ട് വെച്ച് തോരൻ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നല്ല കളറും ഇതീ കാണുന്ന പോലെയല്ല, നല്ല ചുവപ്പാണ്. പിന്നെ ദാണ്ട നമ്മുടെ ചെടിയിൽ റോസയിൽ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പൂവുണ്ടാവുകയാണ്. അപ്പോൾ 2 മൊട്ട് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടും നിൽക്കുന്ന ഇങ്ങനെ മൊട്ട ആദ്യം ഒന്ന് പുഴുത്തിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതിലായിരുന്നു ആദ്യം മൊട്ട് വന്നത്, പക്ഷെ അത് പുഴുത്തി പോയി. പിന്നെ മറ്റേതിൽ മൊട്ട് വന്നിട്ട് പൂവായിട്ടുണ്ട്. മറ്റേ കുഞ്ഞിലും മൊട്ട് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി അത് പുഴുത്തി പോകുമെന്ന് അറിഞ്ഞുകൂടാ, എന്താ പ്രശ്നമെന്ന് അറിയാമേ. പക്ഷെ മറ്റേ റോസയ്ക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇത് നമ്മുടെ ശംഖുപുഷ്പം, അതും നന്നായിട്ട് പൂക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എന്തോന്ന് ഞാൻ കണ്ടുപിടിച്ച നമ്മളെ ഫാഷൻ ഫ്രൂട്ടില്ലേ, സംഭവം അതാണ്. അപ്പം പൂവൊക്കെ വരുന്നുണ്ട്, ഇതുവരെ കായായിട്ടില്ല. നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ ഉഷാറായിട്ട് നിൽപ്പുണ്ട്. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഞാൻ ഇങ്ങനെ നമുക്കിത് സംഭവം എന്തുവാന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് സെർച്ച് ചെയ്ത് നോക്കി. അപ്പം ഇതിൻ്റെ പൂവ് തന്നെയാണ് അതിലും കാണിച്ചത്. അപ്പോഴാണ് ഇത് ഫാഷൻ ഫ്രൂട്ടാണെന്ന് മനസ്സിലായത്. ഇത് നമ്മുടെ അല്ല, അപ്പുറത്തെ അമ്മയുടേത് ഇങ്ങോട്ട് കിളിച്ചെടുക്കും. ഇനി ഉണ്ടാകുമ്പോഴത്തേക്ക് അമ്മ പിഴുത് കളയുന്നോന്ന് അറിയാൻ പാടില്ല. എന്തായാലും നല്ല ആരോഗ്യത്തോടൊക്കെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇനി ഇവർക്ക് വെള്ളം കൊടുക്കണം. വെള്ളം ഞാൻ കുറച്ച് മറ്റേത് രാവിലെ ഒഴിക്കാറുണ്ട്. ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ്, അപ്പോഴത്തേക്ക് വെള്ളം നല്ല സ്പീഡിൽ വരികയും ചെയ്യും. ആ സമയത്താണ് മറ്റേത് രാവിലെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 10 മണിയൊക്കെ ആകും, അത്യാവശ്യം നനവൊക്കെ ഉണ്ട്. 10 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് വെയിൽ ഇച്ചിരി നന്നായിട്ട് അടിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. പിന്നെ അതാണ് നമ്മളെ ഇത് വെള്ള റോസ എന്നാണ് പറയുന്നത്. പന്നീർ റോസയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആദ്യം പിടിക്കുമ്പോൾ വെള്ള കളറാണ്, പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് പിങ്കും വെള്ളയും കൂടെ ആവും. അങ്ങനെ ഈ പൂ പിടിക്കുന്നത് 2-3 ദിവസമൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും. പിന്നീട് അത് പൊഴിഞ്ഞു പോകും. ആദ്യം നല്ല തനി വെള്ളയായിരിക്കും, പിന്നീട് അതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ചായി വരും. ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ പിങ്കായി വന്നിട്ട് പൊഴിഞ്ഞങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പം നല്ലോണം ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാം പുതിയ തളിർപ്പാണ്. നല്ലോണം വെട്ടി കൊടുത്തിയാൽ എല്ലാം പുതിയ തളിർപ്പോടെ വന്നിട്ടാണ് മൊട്ട് വന്നേക്കുന്നത്. എല്ലാത്തിലും മൊട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളെ ഫ്രണ്ടിൽ കുറച്ച് ചെടികളെ വെച്ചിട്ടുള്ളൂ. ഫ്രണ്ടിൽ നിന്നുള്ള ചെടികളെല്ലാം നമ്മളിതാ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചട്ടിയിലുള്ള ചെടികളെ മിക്കതും ഇപ്പം അവിടെ ഇരിക്കുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം നോക്കി ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം വീണ്ടും അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ചായ ഇടാമെന്ന് കരുതി സോഡാപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ട് തിരിച്ചെടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അതാണ്ട് സോഡാപ്പൊടിയും കാര്യങ്ങളെല്ലാം അതാത് സ്ഥാനത്തെടുത്ത് വെച്ചാൽ പിന്നെ പണിയില്ല, പിന്നെ അതിൻ്റെ ഇരട്ടി പണിയാവും. അപ്പോൾ ചായയൊക്കെ ഇട്ട് കാപ്പിയൊക്കെ റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ്ട് പാലും കാര്യങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പം പാല്, പിന്നെ നമുക്ക് അപ്പത്തിന് ചമ്മന്തിക്ക് അരയ്ക്കാൻ തേങ്ങ വേണം, അതെല്ലാം എടുത്ത് വെളിയിലോട്ട് വെക്കാമെന്ന് കരുതി. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. ഇനി പിന്നെ എന്തെങ്കിലുമൊക്കെ മറക്കും, അപ്പോൾ വീണ്ടും വന്ന് ഇത് തുറക്കുക തന്നെ ചെയ്യും. മാക്സിമം ഓർമ്മയുള്ള കാര്യങ്ങളെല്ലാം എടുത്തിങ്ങ് വെളിയിൽ കൊണ്ടുവെക്കാറുണ്ട്. ഒറ്റ ട്രിപ്പിൽ തന്നെ എടുത്ത് വെക്കാറുണ്ട്. എന്നാലും നമ്മളല്ലേ എന്തെങ്കിലുമൊക്കെ മറക്കും, അപ്പോൾ പിന്നെയും ഓടിപ്പോയി അത് തുറക്കും. അത് തന്നെ ചെയ്യുന്നത്. പിന്നെ അപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ കുഞ്ഞു പാത്രങ്ങൾ പ്ലാസ്റ്റിക് എല്ലാം നമ്മൾ ഈ കട്ടിൻ്റെ മേളിലിങ്ങനെ അടിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ അത്യാവശ്യം ഇല്ലാത്ത പാത്രങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം അപ്പച്ചട്ടി, ഇഡലി കൂട്ടും അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പച്ചട്ടി എടുത്ത് കഴുകി വെക്കുന്നുണ്ട്. അപ്പം ഉണ്ടാക്കാനായിട്ട് മാത്രമല്ല നമ്മളിത് ഉപയോഗിക്കുന്നത്. കടുവറുക്കാനോ കാര്യങ്ങൾക്കൊന്നും ഈ ചട്ടി എടുക്കാറില്ല, വേറെ ചട്ടി. അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇഡലി കൂട്ടം പുട്ടുകൂട്ടി അതിൻ്റെ കൂട്ടത്തൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചേക്കും. ആവശ്യമുള്ളപ്പോൾ പോയി എടുക്കും, പിന്നെയും കഴുകിക്കൊണ്ട് ഉണക്കിക്കൊണ്ട് വീണ്ടും അവിടെ കൊണ്ട് വെക്കും. അതാണ് ചെയ്യുന്ന രീതി. അപ്പോഴത്തേക്ക് കണ്ട നമ്മളെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അവനെ ഒന്ന് അരിച്ചു മാറ്റി നമ്മൾ കപ്പിനകത്തോട്ട് ഒഴിച്ച് വെച്ച് ആവശ്യം ഇണയിക്കുന്നവരനുസരിച്ച് ഒഴിച്ചൊഴിച്ച് അത് കുടിക്കുകയും ചെയ്തോളും. പിന്നെ കാപ്പിയുടെ കൂടെ ഒരിക്കലും അങ്ങനെ ചായ കുടിക്കാറില്ല, വല്ലപ്പോഴും അങ്ങനെ കുടിക്കാറുള്ളൂ. ചായ ഇട്ട് വെക്കുമ്പോൾ അത് അപ്പം ഇണയിക്കുന്നവരനുസരിച്ച് കുടിച്ച് തീരും. പിന്നീടാണ് നമ്മൾ കാപ്പി കുടിക്കുകയും ചെയ്യുന്നത്. പിന്നെ അരിപ്പ് ചീത്തയായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ജ്യൂസ് അടിച്ചിട്ടായിരിക്കും അരിപ്പിൽ ചായ ഒഴിച്ച് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ തേയിലക്കൊന്ത് ഇങ്ങനെ നന്നായിട്ട് ഇതിലോട്ട് വന്ന് വീഴാറുണ്ട്. അപ്പം നമ്മൾ കപ്പിലൊഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു വട്ടം ആ കപ്പൊന്ന് അടിമട്ട് കളഞ്ഞിട്ടാണ് വീണ്ടും ആറ്റി റെഡിയാക്കി ചായ വെക്കുന്നത്. അപ്പോൾ ആ പണി അങ്ങ് കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടെന്ന് വെച്ചാൽ ചോറ് വെക്കണം. കറി ആക്കണ്ടായിരുന്നു, കാരണം നമുക്ക് തീയലിരിപ്പുണ്ടായിരുന്നു, വറുത്തരച്ച തീയൽ തലേന്ന് വെച്ചതുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അത് മതി. പിന്നൊരു
തോരൻ എന്തെങ്കിലും ആക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇതിൽ ഊണിൻ്റെ കാര്യമൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ കാപ്പി, പിന്നെ രാവിലത്തെ കുറച്ച് ചെടിയുടെ വിശേഷങ്ങൾ, പിന്നെ വൈകുന്നേരത്തെ നമ്മുടെ ചെടിയുടെ കുറച്ച് വിശേഷങ്ങൾ, അത്രയേ ഉള്ളൂ. ചായ ഇട്ടതിന് ശേഷം പിന്നെ നമ്മളെ അപ്പത്തിനുള്ള ചമ്മന്തിയും കൂടെ റെഡിയാക്കാമെന്ന് കരുതി. അപ്പം ചുട്ട് ചമ്മന്തി റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് അപ്പം ചുട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ മുളക് പൊടി, പിന്നെ തേങ്ങ, ഉപ്പ്, പിന്നെ സവാള ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഞെവിടി കൂട്ടി തിരുമ്മി വെക്കും. പിന്നെ ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ ജനലിൽ കൂടെ നല്ല വെയിലടിക്കും. കാരണം ഒരു 10-10:30 വരെ ഈ സൈഡിൽ, ജനലിൻ്റെ ഈ സൈഡിൽ കൂടെയാണ് വെയിൽ വരുന്നത്. ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അടുക്കള വശത്തെ വാതിലിൻ്റെ അടുത്തു നിന്നായിരിക്കും വെയിൽ വരുന്നത്. പിന്നെ ആ വെയിൽ വൈകുന്നേരം വരെ കാണും. ഇവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ജനലിൻ്റെ അടുത്ത് അടിക്കുന്ന വെയിലൊക്കെ അങ്ങ് മാറും. പിന്നീട് നമ്മൾ ആ പറഞ്ഞ വശത്ത് മാത്രമായിരിക്കും വെയിൽ. ഇപ്പോൾ വെയിലും കൂടെ ഉണ്ടായിട്ട് നല്ല രസമുണ്ട്. കാരണം ഇവിടെ എന്ത് വെച്ചാലും പെട്ടെന്ന് അങ്ങ് ചൂടായി കിട്ടും. പിന്നെ അതൊക്കെ തിരുമ്മി കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ കടുകും പച്ച വെളിച്ചെണ്ണയും വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഞെവിടി വെച്ച കൂട്ടുണ്ടല്ലോ തേങ്ങയുടെ, അതും കൂടി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പത്തിനുള്ള ചമ്മന്തി റെഡി. അപ്പത്തിന് മാത്രമേ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാറുള്ളൂ. നമ്മൾ ചോറിനൊന്നും ഇങ്ങനെയല്ല, നമ്മൾ മിക്സിയിൽ തന്നെ ഇട്ട് അടിച്ചിട്ട് തന്നെ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പത്തിന് മാത്രമേ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. എളുപ്പപ്പണിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കും. പിന്നെ അതാണ്ട് പിന്നെ ചമ്മന്തി ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിചാരിച്ച് അപ്പം ഉണ്ടാക്കി തുടങ്ങാൻ. അപ്പോഴത്തേക്ക് എല്ലാവരും എണീറ്റ് നമ്മൾ കഴിക്കുന്ന സമയമായി, ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് അപ്പം ഓരോന്നോരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പത്തിന് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ സോഫ്റ്റായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നമ്മളെ കുറച്ച് അല്ലറ ചില്ലറ ജോലികളുണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ ഈ ചീരയിൽ നിൽക്കുന്ന പോച്ചയും കാര്യങ്ങളൊക്കെ പറിക്കണം. പിന്നെ ഉച്ചക്കാലത്തെ ഊണിൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞില്ല, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും അന്നും വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ നേരെ നമ്മൾ വൈകിട്ടത്തേക്ക് നമ്മളെ ചെടിയുടെ കാര്യങ്ങളിലൊക്കെയാണ് പോയത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ദാണ്ട് അരിയും കൂടെ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണാൻ പോണത്. അപ്പോൾ ദാണ്ട് വൈകുന്നേരം ഒരു 5 മണിയല്ല, ഒരു 4 മണി 4:30 അപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ സ്പീഡ് നന്നായിട്ട് വരുത്തുള്ളൂ. അപ്പോഴത്തേക്ക് വെയിൽ താരത്തില്ല, വെയിൽ കാണും. എന്നാലും ഒന്ന് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ട് പറ്റും. അതിലും താമസിച്ച് നമ്മൾ നിന്നാൽ വെള്ളത്തിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ലൈൻ പൈപ്പ് ആ പാതിയിലെ വെള്ളം നമ്മൾ ചെടിക്കൊക്കെ ഒഴിക്കുന്നത്. ദാണ്ട് പൂ വന്നിട്ടുണ്ട്. രാവിലെ വിരിഞ്ഞിട്ടില്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം അതങ്ങനെ വിരിഞ്ഞാൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി. ഈ തെറ്റിയൊക്കെ ഭയങ്കര ഇതായിരുന്നു, നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമമാണ്. നമ്മൾ ഒറ്റയ്ക്ക് കൊടുത്തിരുമേ വീട്, പക്ഷെ അവർ വേണ്ട വിധം അതുങ്ങളെ നോക്കിയെടുക്കുക ഒന്നും ചെയ്തില്ല. നമ്മൾ ആറ്റുനോറ്റ് ഓരോരുത്തടുത്തുനിന്നും ഇങ്ങനെ 1 2 കമ്പൊക്കെ ചോദിച്ചിട്ട് മേടിച്ചാണ് നമ്മൾ ഈ ചെടികളെല്ലാം വെച്ചേക്കുന്നത്. ഈ ചട്ടിയിലിരിക്കുന്ന ചെടി നമ്മളെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചപ്പോൾ ഉണ്ടായിരുന്ന ചെടികൾ മാത്രമേ ഉള്ളൂ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് നമ്മളിങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിരുന്നത് മാത്രമാണ് പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളത്. ബാക്കി ഇവിടെ നിൽക്കുന്ന ചെടികളെല്ലാം എന്ന് വെച്ചാൽ നമ്മളിവിടെ തന്നെ നട്ട് വളർത്തി അങ്ങനെ കൊണ്ടുവന്ന ചെടികളാണ്. പക്ഷേ എല്ലാം പോയിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് ഞങ്ങളെ ആ തെറ്റിയുടെ ഒരു അവശേഷിപ്പും, പിന്നെ ഈ റോസയും, പിന്നെ ഈ ചെമ്പരത്തിയും, അതൊക്കെ വെട്ടി നിർത്തിയിട്ടാണ് ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് അവർ നിൽക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ച സമയത്ത് മേടിച്ച് വെച്ചതൊക്കെയാണ്. അപ്പോൾ ദാണ്ട് ഇന്നത്തെ ഉച്ചക്കലത്തെ എൻ്റെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ ഉള്ള അടുക്കള വലിയ ചോറ് വെപ്പൊക്കെ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ പണി ഇവിടെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവർക്കും മണ്ണൊക്കെ വെട്ടിക്കൂട്ടിയിട്ട് കൊടുത്ത്. പിന്നെ ഇത് നമ്മളെ കോവയ്ക്ക, അപ്പം മിറ്റം നിറയെ കോവയ്ക്ക, ചിലപ്പോൾ അവർ കഴിച്ചിട്ട് വലിച്ചെറിഞ്ഞപ്പം ഇങ്ങനെ വീണ് കിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ എവിടെ നോക്കിയാലും കോവയ്ക്ക. അപ്പോൾ നമുക്ക് തന്നെ അത് ഉപകാരപ്പെടും, പടർത്തിയൊക്കെ എടുത്താൽ ഉപകാരപ്പെടും. പക്ഷേ മിറ്റം നിറയെ നമുക്ക് പടർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വേണ്ടാത്തയൊക്കെ ഞാൻ പിച്ചി കളഞ്ഞ് കുറച്ചൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ നിർത്തി അവർക്ക് താങ്ങൊക്കെ കൊടുക്കാനും മണ്ണൊക്കെ കൂട്ടിയിട്ട് അവരെ ഒന്ന് സെറ്റപ്പാക്കിയൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ ചീരയുടെ അടുത്ത പോച്ചയും കാര്യങ്ങളും എല്ലാം പിച്ചി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ഒരു അടുക്കളയിലെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റത്ത് ഇതിൻ്റെയൊക്കെ പണിയുടെ കൂട്ടത്ത് തന്നെ ആയിരുന്നു. പിന്നെ കുഞ്ഞു പൂച്ചയെന്ന് പോച്ച ആയതുകൊണ്ട് തന്നെ പിച്ചി വരാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇത് നമ്മളെ ഒത്തിരി ഞങ്ങൾ വെട്ടിക്കളഞ്ഞ പ്ലാവാണ് ഈ പൊട്ടി കിളിക്കുന്നത്. ഇനിയിപ്പോൾ അത് അവിടെ കിളിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് വട്ടം വെട്ടിക്കളഞ്ഞതാണ്. ഇപ്പോൾ അതിൻ്റെ സ്ഥാനം അത് തന്നെ, നമ്മൾ ഈ കിണറ്റിൻ്റെ അടുത്ത് ആയതുകൊണ്ടാണ് അത് വെട്ടി കളഞ്ഞത്. വേരിറങ്ങിയിട്ട് കിണറിന് പ്രശ്നം
ഉണ്ടെന്നും കരുതി. പക്ഷെ അത് വീണ്ടും അവിടെ തന്നെ പൊട്ടി പൊട്ടി കിളിക്കുക. പിന്നെ നമ്മൾ അടുക്കളയുടെ വാതിൽ ഇങ്ങോട്ടാക്കിയല്ലോ, മറ്റേത് ഇങ്ങോട്ടല്ലായിരുന്നു അടുക്കളയുടെ വാതിൽ. ഇപ്പം അടുക്കളയുടെ വാതിൽ ഇങ്ങോട്ട് മാറ്റുകയും ചെയ്ത്. പിന്നെ ഈ വെയിൽ 10 മണി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര വെയിലാണ്. പിന്നെ ഒരു 5-5:30 വരെയും നല്ല വെയിലാണ്. അപ്പോൾ അതവിടെ കിളിച്ചാലും ഒരു തണലാവും. അതവിടെ നിൽക്കട്ടെ എന്ന് കരുതി സംഭവം പൊട്ടി കിളിയുന്നുണ്ട്. പിന്നെ നമ്മളെ വാഴയുടെ ചോട്ടിൽ മണ്ണിട്ടിട്ട് കാര്യമില്ല. കാരണം മേളിൽ ഇങ്ങനെ പട്ടിയും കാര്യങ്ങളൊക്കെ കയറുന്നതുകൊണ്ട് മണ്ണവിടെ നിൽക്കത്തില്ല, അതിങ്ങ് പോരും, പൊഴിഞ്ഞ് പോരും. ഞാൻ വെള്ളം ഒഴിക്കുന്ന സമയം കൊണ്ട് ചേച്ചി കുറച്ചധികം നമുക്ക് മിറ്റമുണ്ട് തൂത്തുവാരി എടുക്കാനായിട്ട്. അപ്പം പുള്ളിക്കാരി അതെല്ലാം തൂത്ത് തീയിടുന്നുണ്ട്. ആ സമയം കൊണ്ടാണ് ഞാൻ വെള്ളം ഒഴുപ്പും കാര്യങ്ങളും. ഇതിൻ്റെ ഇടയിൽ മോള് ഞങ്ങൾക്ക് 2 പേർക്കും ഹെൽപ്പ് ചെയ്യും. വെള്ളം എടുത്തുകൊണ്ട് കമ്പറമ്മ വെള്ളം എടുത്തുകൊണ്ട് ഞങ്ങളെ കൂടെ തന്നെ അവൾ നിൽക്കും. അവളും ചെടിക്ക് വെള്ളം ഒഴിക്കുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും വെക്കേഷനില്ല അവർ ചെയ്യട്ടെ, ചെയ്തു പഠിക്കട്ടെ ഓരോന്ന്. അപ്പം അവളെയും കൂട്ടത്തിൽ കൂട്ടണ്ട, അവളങ്ങ് കൂടിക്കോളും. അപ്പോൾ നമ്മൾ വാഴക്കൊക്കെ കാരണം ഇവർക്കൊക്കെ നല്ലോണം വെയിലേക്ക് കാണും. ഒരു 10 മണി തൊട്ട് കഷ്ണം വെയിൽ കൊള്ളാൻ തുടങ്ങുന്നത് നിങ്ങളെല്ലാവരും. പിന്നെ ഒരു 5-5:30 വരെ നല്ല വെയിലാണെങ്കിൽ 5-5:30 വരെ ഈ ഭാഗത്ത് നല്ല വെയിൽ കാണും. മഴയെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ വെയിലൊന്ന് തള്ളിയുന്നത്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വെയിൽ മാറി കിട്ടുന്നത്. പിന്നെ നമ്മുടെ തക്കാളി തുരപ്പ നല്ല രീതിയിൽ മാറുന്നുണ്ട്. പക്ഷേ തക്കാളിയെ തൈ ഇതുവരെ എടുത്തുകൊണ്ട് പോയിട്ടില്ല. അപ്പം എന്നും രാവിലെ ചെന്ന് ആദ്യം ഞാൻ നോക്കുന്നത് തക്കാളികളുണ്ടോ. അപ്പോൾ തൈയൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ പത്തൽ നിൽക്കുന്നുണ്ട്, പത്തലും ഉണ്ട്. നമ്മുടെ മഞ്ചാടി മരം ഉണ്ടല്ലോ, മഞ്ചാടി മരം ഇത് മഞ്ചാടി മരമാണ്. അപ്പോൾ മഞ്ചാടി മരവും ഉണ്ട്. അപ്പോൾ ഈ പത്തൽ വെട്ടിക്കളഞ്ഞാൽ കുറച്ചുകൂടെ വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ തൈക്ക് വെട്ടം കിട്ടാത്തതിൻ്റെ ചെറിയൊരു പെട്ടെന്നൊരു വളർച്ച ഉണ്ടായിരുന്നത് ഒന്ന് മുരടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെളിച്ചം കിട്ടാത്തതുകൊണ്ടായിരിക്കുമെന്ന്. അപ്പം മഞ്ചാടി വെട്ടുന്നില്ല, പക്ഷേ പത്തൽ നമ്മൾ വെട്ടണമെന്ന് അമ്മ പറയുന്നുണ്ട്. അമ്മ വന്നിട്ട് വെട്ടിയെടുക്കുകയൊക്കെ ചെയ്യണം. മഞ്ചാടി നിർത്തിക്കൊണ്ട് മഞ്ചാടി വെട്ടിക്കളയുന്നില്ല. മഞ്ചാടി അതിന് വീഴുകയും ചെയ്യും. മോള് പറക്കിയൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. നല്ല കളറ്, നല്ല ചുവപ്പ് കളറ് മഞ്ചാടിയാണ്. അപ്പോൾ പിന്നെ അതാണ്ട് ഞാൻ ഇവിടെ മുല്ലയ്ക്കൊക്കെ മണ്ണും കാര്യങ്ങളെല്ലാം വെട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പറ്റുന്ന രീതിയിലൊക്കെ ഇവിടുത്തെയും പോച്ചയൊക്കെ പറിച്ചിട്ടുണ്ട്. ചെറുതായതുകൊണ്ടും മണ്ണിൽ ഉറച്ചതുകൊണ്ടും പിച്ചാൻ ഭയങ്കര പാട്. കുത്തി എടുത്തിട്ടാണ് നമ്മൾ പോച്ച പിച്ചിക്കള. ഒരുവിധം ആ ഒരു സൈഡ് വൃത്തിയാക്കിയിട്ടുണ്ട്. മണ്ണെല്ലാം കിളച്ചെടുത്തിട്ടാണ് ഈ പോച്ച ഇങ്ങനെ കൈകൊണ്ട് ചകഞ്ഞ് എടുത്ത് മാറ്റി വെക്കുക ചെയ്യുന്നത്. അല്ലാതെ പിച്ചാൽ അത് വേരോടെ വരത്തില്ല. വേറെ അവിടെ തന്നെ നിൽക്കുകയില്ല, മാത്രം നമ്മുടെ കയ്യിൽ വരും. പിന്നെ ഇവിടെ ഒരു തെങ്ങുണ്ട്. അപ്പോൾ തെങ്ങിന് നല്ല തണുക്ക വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തെങ്ങിന് ചുറ്റുമാണ് നമ്മൾ മുല്ല വെച്ചിട്ടുണ്ട്. ആ മുല്ലയ്ക്കും എല്ലാം തടവെടുത്താണൊക്കെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. മുല്ലയുണ്ട്. പിന്നെ നമ്മളെ തോരൻ വെക്കുന്ന ഒരു തരം ചീരയുണ്ട്. നമ്മളെ ബിപിക്കൊക്കെ നല്ലത്, അതാണ് ആ സൈഡിൽ നിൽക്കുന്നത്. പിന്നെ മാങ്ങ എല്ലാം ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഇതെല്ലാം കിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് മുറ്റത്തോട്ടൊക്കെ നല്ല തണലും കാര്യങ്ങളും എല്ലാം കിട്ടും. പിന്നെ കോവയ്ക്ക നട്ടെടുത്തും ഇന്ന് നട്ടു കൊടുത്തത്. അപ്പോൾ അവരും ഒന്ന് ഉഷാറായി വരാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ശിവൻ്റെ പൂവ്. അപ്പോൾ ഇതിങ്ങനെ തനിയെ കിളിച്ചതാണ്, നമ്മൾ കൊണ്ടുവച്ച് കിളിപ്പിച്ചൊന്നുമല്ല. ഇത് തനിയെ കിളിച്ച് ഇവിടെ വന്നതാണ്. അപ്പം ഒരു കമ്പൊക്കെ കൊടുത്ത് അതിനൊന്ന് കെട്ടി, കാരണം ഇങ്ങനെ ഇതിൻ്റെ കമ്പിങ്ങനെ തഴച്ച് വളർന്നിട്ടിങ്ങനെ ബലമില്ലാത്ത പോലെ കിടക്കും. അപ്പോൾ അതിനൊരു താങ്ങ് വേണം. താങ്ങുണ്ടായെങ്കിലേ അതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നതാണ് നല്ല രസമുണ്ട്. അപ്പോൾ ഒരു താങ്ങ് കൊടുത്തിട്ട് കയറുകൊണ്ട് അടിഭാഗം വെച്ച് കെട്ടിക്കൊടുത്തേക്കും. മേലോട്ട് വളരുമ്പോൾ നമ്മൾ കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് തനിയെ വീണ് കിളിച്ച് അത് നല്ല ഉഷാറായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴും വെള്ളം വീഴുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് എപ്പോഴും അതിന് വെള്ളം കിട്ടാറുണ്ട്. പിന്നെ പൈപ്പിന് കുറച്ച് ലീക്കുണ്ട്, അതാണ് ഈ വെള്ളം ഇങ്ങനെ തെറിച്ച് അവിടെ എല്ലാം വീണ് കിടക്കുന്നത്. പൈപ്പ് കുറച്ച് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓസിൻ്റെ പുറത്തൂടെ വെള്ളം പോകും. ഇത് പിന്നെ ഞാൻ പയറും നമ്മളെ കാന്താരിയും കൂടെ ചകിരിച്ചോറിൽ നട്ടിട്ടിട്ടുണ്ട്. കിളിക്കോ ഇല്ലയോ നമുക്ക് നോക്കാം. പിന്നെ ഇത് നമ്മളെ കസ്തൂരി മഞ്ഞൾ അമ്മ കുറച്ച് എറണാകുളത്തു നിന്ന് കിളിപ്പിച്ച് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരുവിധം ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. ഇതും പേടിയുണ്ടായിരുന്നു തുരപ്പം കൊണ്ടുപോയിട്ടില്ല. ഇതും നമ്മൾ തോരൻ വെക്കുന്ന ഒരലയാണ്. ചേമ്പോ ചേനയിലോ അതുപോലെ ഇതിങ്ങനെ വരുന്നത്. ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം തോരൻ വെക്കാൻ നല്ലതാണ്. അടിയിൽ ഇങ്ങനെ കായോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. ഇത് തോരൻ വെക്കുന്ന ഇല. അത് ചേമ്പിൻ്റെ ഇല പോലാണോ ചേനയുടെ ഇല പോലാണോ ഇരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ആ ഒരു ഇലയുടെ കണക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരില മതി, നമുക്ക് ഒരു തോരനുള്ളത് കാണും. പിന്നെ ചീരയും പിന്നെ മുളകും ഒരു തക്കാളിയുടെ തൈയും കൂടെ ഞാനവിടെ നട്ടിട്ടുണ്ട്. അടുക്കള വശമാണല്ലോ, അപ്പോൾ ഒരു തക്കാളി അവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ അതും ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം നമ്മൾ ഈ ചെടി നനയ്ക്കലും അവരെ നോക്കലും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കി പരിഹരിക്കലും എല്ലാം ഈ വൈകുന്നേര സമയത്ത്, ഈ വെയിലൊന്നും ആറുന്ന സമയത്ത്. വെയിൽ കാണും, എന്നാലും നമ്മളങ്ങ് ഇറങ്ങും.
പിന്നെ അതാണ്ട് എല്ലാം തൂത്തുവാരി ചേച്ചി തീ ഇടുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ഒറ്റയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് 3 പൂച്ചകളുണ്ടായിരുന്നു, പേർഷ്യൻ ക്യാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ള കൂടായിരുന്നു. ഇപ്പോൾ ഇല്ല, നമ്മളിവിടുന്ന് മാറുന്ന സമയത്ത് അവർ നമ്മൾ പൈസയ്ക്കല്ല അല്ലാതെ ഓരോ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അവരെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കൊടുത്തു. പക്ഷെ അവരെ കൂട് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇത് കാണുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. കാരണം നമ്മൾ വരുന്നുടനെ രാത്രി മാത്രമേ അവരെ കൂട്ടിലിടാറുള്ളൂ. അപ്പോൾ രാത്രി അവർ സേഫായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിപ്പിൽ അടുപ്പിച്ചൊരു കൂടായിരുന്നത്. അപ്പം കൂട് ഇപ്പോഴും അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മളെ മേൽവശത്ത് നിറച്ച് ഫോറസ്റ്റാന്ന് തന്നെ പറയാം. ഫോറസ്റ്റ് എന്ന് വെച്ചാൽ മരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചക്ക, പ്ലാവ്, അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഓണത്തിന് അവർ ഈ മതിൽ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല പൊക്കമായിരിക്കും. നമ്മൾ മതിൽ കെട്ടുമ്പോൾ തന്നെ നല്ല പൊക്കമായിരിക്കും. മതിൽ കെട്ടുമ്പോൾ ഒന്നുകൂടെ വൃത്തിയാവും. അപ്പോൾ അവിടുത്തതാണ് ഈ മരങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളുടെ ആ ഭാഗങ്ങളെല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറം എല്ലാം വീടുണ്ട്. ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ആ വീടും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റാത്തത്. അങ്ങോട്ടെല്ലാം ആൾതാമസവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പിന്നെ ഈ മരങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട്. കുറച്ച് ഏരിയയിൽ ഇങ്ങനെ അവരുടെ ആ ഒരു വസ്തുവിൻ്റെ ആ ഏരിയയിൽ കുറച്ച് വലിയ മരങ്ങൾ, പണ്ടേ ഉള്ള മരങ്ങൾ അതിങ്ങനെ നിൽപ്പുണ്ട്. ആ മരങ്ങൾ കറക്റ്റായിട്ട് കോതിയും കാര്യങ്ങളും ഒന്നും വിടാത്തത് കൊണ്ട് നമുക്ക് അങ്ങോട്ടുള്ള വ്യൂവോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. പക്ഷെ അവിടെ ആളും അനക്കമൊക്കെ ഉണ്ട്, വീടും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങളുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും വൈകുന്നേരത്തെ ഞങ്ങളുടെ റൊട്ടീനും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നതും ചെടികളുടെയൊക്കെ കൂട്ടത്തിലും കിളികളുടെയൊക്കെ കൂട്ടത്തിലുമാണ് അവസാനിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.